നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം. എങ്ങനെയാണ് ഈ വർഷത്തെ പ്രതീക്ഷ എന്ന് പറയാമോ? ബിഗ് ബോസിനെ പറ്റിയാ ഓരോ സീസണും യൂണീക്കാണ്. ഈ സീസൺ യൂണീക്കാണ്. എല്ലാവരും കളിക്കുന്നുണ്ട്, കളിക്കട്ടെ. എന്നാലും ചേട്ടൻ്റെ ഒരു പ്രതീക്ഷ ആരിലാണ്? എൻ്റെ പ്രതീക്ഷ ബിഗ് ബോസിലാണ്. ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റന്റ് ഒക്കെ എല്ലാരും പുറത്തുനിന്ന് പറയണത് വേസ്റ്റ് ആണെന്നാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പുറത്തുനിന്ന് ഒരു മനുഷ്യനും ഒരു വ്യക്തിയും വേസ്റ്റ് അല്ല. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതായത് പ്രീവിയസ് സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ കണ്ടലിൽ നിലവാരം കുറവാണ്, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ കൊണ്ടുവന്ന 5 വയൽക്കാട് ഒന്നും അവര് ഈ നിലവാരം കുറവാണെന്ന് ആരാ പറയുന്നത്? ഓഡിയൻസ് ആണ് പറയുന്നത്. മെജോറിറ്റി ഓഡിയൻസ് കൊണ്ടുപോകുന്നത്. അല്ല, അതെന്താ സുധി അവിടെ ഒന്നും കാണിച്ചില്ല. ആ ഒരുപാട് പേരുടെ പ്ലാറ്റ്ഫോമിന് രേണുസുധീനെ പോലുള്ള ഒരാളെ കൊന്ന് ഞാനല്ലോ അവസാനം പുറത്താക്കിയത് ഒരു രീതിയിലും അല്ല. അപ്പൊ ഒരു ഓഡിയൻസിലേക്ക് പലരും പല രീതിയിലുള്ള ഓഡിഷൻ നടന്നിട്ടാണ് ഈ രീതിയിൽ കണ്ട് ഓരോരുത്തരെ അതിൽ പുള്ളി സെലക്ട് ആവുന്നത്. എന്നിട്ട് ഈ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ വരുമ്പോ ഓഡിയൻസിന് നിരാശയാണ് വരുന്നത്. ഞാൻ പറയട്ടെ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തത് കണ്ടന്റ് അല്ലേ? അപ്പൊ അതിനകത്ത് ഇത്രയും പേരുണ്ടാഞ്ഞിട്ട് റേണുസുദിനെ പറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തതിനെ പറ്റിയല്ലേ ഇവിടെ ചോദിക്കുന്നില്ലേ? നിങ്ങൾ ചോദിക്കുന്നില്ലേ? വേറൊരു കണ്ടന്റിനെ പറ്റി ചോദിക്കുന്നില്ല. അപ്പൊ അത് കണ്ടന്റ് അല്ലേ? അല്ലേ, ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ ആയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് രേണുസുധിയുടെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ പറയില്ലായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ രേണുസുധിയൊക്കെ ആദ്യത്തെ എപ്പിസോഡിൽ പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ രേണുസുധിനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയതുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ടാണ് ഞാൻ എന്ത് പറയണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഇത് റീൽസ് പഴയ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പൊ റോബിനൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഓരോ കണ്ടസ്റ്റന്റിനായാലും ഓരോ രീതിയിലുള്ളൊരു പ്രയോറിറ്റി കൊടുത്തിട്ടായാലും നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ എത്രത്തോളം കോണ്ടന്റ് വരുന്നില്ല, അതിനനുസരിച്ച് കണ്ടസ്റ്റന്റ് ഒക്കെ ഒരു വെറുതെ ഒരു കാര്യമില്ലാത്തുള്ള രീതിയിലേക്ക് ഈ ചോദിക്കുന്ന ചോദ്യം എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. റോബിൻ അങ്ങനെ ആയി വരാൻ കാരണം എന്തുകൊണ്ടാണ്? പ്രീവിയസ് കണ്ടന്റ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ കറക്റ്റ് ഉത്തരം പറയേണ്ടത് നമ്മുടെ ബിഗ് ബോസ് വിന്നേഴ്സ് ആണ് അല്ലെ? അഖിൽമാരാറിനോട് ചോദിക്കൂ. ഞാനതിൽ ഔട്ടായ ഒരാളാണ്. റോബിൻ ചേട്ടൻ ഒരു ലെവലിൽ കളിച്ചു വന്നതാണല്ലോ. റോബിൻ ചേട്ടൻ ബിഗ് ബോസ് കണ്ട് കറക്റ്റ് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പൊ ചേട്ടൻ കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് റോബിൻ. അപ്പൊ റോബിൻ പോയത് കാരണം ഓഡിയൻസിന്റെ ഇഷ്ടപ്രകാരമല്ല റോബിൻ പോയത്. ബൈറ്റ് വന്നിട്ടേ പോണേ. തള്ളു നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് നീങ്ങിക്കേ. അത് നിന്ന് സംസാരിക്കല്ലേ ചെയ്യണത്. കുറച്ചൊന്ന് ബാക്കിലോട്ട്. ഞങ്ങൾ പറയുന്ന അതേ പ്രേക്ഷകർ പറയുന്ന അഭിപ്രായമാണ്. കണ്ടന്റ് ഇല്ല. ബിഗ് ബോസ് ഓരോ സീസൺ കഴിയുമ്പോൾ നിലവാരം. എടാ, കണ്ടന്റിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ സെലക്ട് ചെയ്യുന്നത് അവരുടെ ടീമിനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പോയി കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അവർ കളിക്കാത്തതിന് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം? പറ. ഞാൻ ഒരു കാര്യത്തിന് ഇടപെടാതെ എൻ്റെ വഴി കൂടെ അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പത്തെ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കല്ലേ? ഇല്ല, ഞാൻ ഫുള്ള് കാണുന്നില്ല. ഇടയ്ക്ക് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആരുടെ ഗെയിം ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്? ഈ പ്രാവശ്യം ലാലേട്ടൻ കിടിലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മി കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കളിക്കട്ടെ, ഇപ്പൊ കയറിയതല്ലേ ഉള്ളൂ. 1 വീക്ക് കേരളയിലെ ഏറ്റവും വേസ്റ്റ് വൈൽഡ് കാർഡ് എന്നാ പറയണത്. എന്റെ പൊന്നു ബ്രോ, ഒരു മനുഷ്യനും വേസ്റ്റ് അല്ല. ഗെയിം കളിക്കാൻ വന്ന ഏത് ഞാൻ പറയട്ടെ, ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളിൽ നിന്നും സെലക്ടഡ് ആയിട്ട് 10-17 പേരിൽ ഒരാളല്ലേ? അപ്പൊ അവരെങ്ങനെ വേസ്റ്റ് ആവുന്നത്? അല്ല, ഒരുപാട് പേരില്ലേ? തെരഞ്ഞെടുത്ത് കയറ്റിയാൽ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ് എന്നുള്ള രീതിയിൽ അതിന്റെ അകത്തുള്ള ഓഡിയൻസ് അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്താണോ ചോദിക്കേണ്ടത്? ഞാൻ ഇതിലൊരു കണ്ടസ്റ്റന്റ് മാത്രമല്ലായിരുന്നോ? എന്റെ അടുത്താണോ ചോദിക്കേണ്ടത്? സുഹൃത്താന്നുള്ള രീതിയിൽ അല്ല, പുള്ളിക്കാരി രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ. പുള്ളിക്കാരി കളിച്ചാൽ പുള്ളിക്കാരിക്ക് നല്ലതാണ്. അത്രേ ഉള്ളൂ. ഞാനിപ്പോ എന്ത് പറയാനാ അതിന്? എന്ത് ടിപ്പ് പറഞ്ഞിട്ടുള്ളത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ ഒരു ഇത് അനുസരിച്ചാണെങ്കിൽ ഇപ്പം ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവർ കളിക്കുന്നത്, കോമ്പറ്റ് ചെയ്യുന്നത്. അതിന് പകരം പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടന്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് കളിക്കുക. അങ്ങനെ കളിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ എതിരാളികൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ പ്രേക്ഷകരുടെ അടുത്താണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ കണ്ടസ്റ്റന്റ് പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിന് പകരം കുറച്ച് പ്രേക്ഷകരെയും കൂടെ കൺസിഡർ ചെയ്യുക. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രേക്ഷകരാണ്, കണ്ടസ്റ്റൻസ് അല്ല, അല്ലേ? അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് അവരുടെ പൾസ് അനുസരിച്ച് അവരുടെ ഇഷ്ടം അനിഷ്ടങ്ങളെ നോക്കി കണ്ട് കളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആവും.
അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റും പ്രേക്ഷകരായിട്ട് കണക്ട് ആവാത്തത്. അത് മനസ്സിലായില്ലേ? മാത്രമല്ല ഏട്ടാ, റോബിൻ ചേട്ടന് ശേഷം വന്ന പലരും റോബിൻ ചേട്ടനെ അനുകരിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതിപ്പോ എന്നെ മാത്രമല്ല പലരും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സീസൺ തുടങ്ങിയത് എഡിന്റെ പണി ഈ കരച്ചിലൊക്കെ ഒരു നാടകമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞു, ഞാൻ അതിൽ വേറെ ഒന്നും കണ്ടില്ല. ഇപ്പൊ കരയുന്ന നാടകമാണോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു കരയും എന്നും എപ്പോഴും കരച്ചില.